വലിയ ക്രൂരതയുണ്ടായിട്ടും ബെയിലിന് ഒരു കൂസലുമില്ല എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം ബെയിലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പിന്നണിയിൽ പ്രവർത്തിക്കാൻ ഒരു പറ്റം അഭിഭാഷകരുടെ വലിയ നിരയുണ്ട്. അത് ഈ കേസിൽ ഉടനീളം കാണുന്നുണ്ട് എന്നതുമാണ് പുറത്തുവന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11-ലാണ് അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബേലിൻദാസിനെ ഹാജരാക്കിയത്. ബേലിൻദാസിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ബേലിൻദാസ് ജാമ്യഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ജാമ്യഹർജിയെ ശക്തമായി എതിർത്തു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അതേസമയം മർദ്ദനം ഏകപക്ഷീയമായിരുന്നില്ലെന്നും തനിക്കും പരിക്കേറ്റുവെന്നും ബേലിൻദാസ് കോടതിയെ ധരിപ്പിച്ചു. ഇതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കി. എന്നാൽ വിശദമായ വാദം കേൾക്കാൻ കോടതി ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ബേലിൻദാസിനെതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചത്. അഭിഭാഷകയെ മർദ്ദിച്ച് നിലത്തിട്ട ശേഷം 2 തവണ പ്രതി മർദ്ദിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബേലിൻദാസിനെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് പോലീസും ഷാഡോ പോലീസും ചേർന്ന് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്.